ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ്. ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഓസ്ട്രേലിയ, ജപ്പാൻ, മറ്റ് മാർക്കറ്റുകളെല്ലാം വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഡൗ ജോൺസ് 216.73 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം നാസ്ഡാക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് ഹൈ ക്ലോസിങ്ങും കൂടിയാണ്. എൻവിഡിയ സ്റ്റോക്കിൻ്റെ റാലിയാണ് നാസ്ഡാക്കിന് പുതിയ റെക്കോർഡ് ഹൈയിൽ എത്തിച്ചിട്ടുള്ളത്. എൻവിഡിയ ഇന്നലെ അറൗണ്ട് 7% ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. എൻവിഡിയയുടെ ക്ലോസിംഗ് പ്രൈസ് $1139.01 പെർ ഷെയർ ആണ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് $1149.39 പെർ ഷെയർ ആണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ $2.8 ട്രില്യൺ ആണ്. ഇനി മുന്നിലുള്ളത് ആപ്പിൾ $2.91 ട്രില്യൺ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് $3.03 ട്രില്യൺ ആണ് മുന്നിലുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ എൻവിഡിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാല്യുബിൾ കമ്പനി ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോവറിൻ AI, അതായത് ഗവൺമെൻറ്റുകൾ വലിയ രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ബെനിഫിഷ്യറി എൻവിഡിയാണ്. കാരണം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള ചിപ്പുകളൊക്കെ, മേജർ ചിപ്പുകളും ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന എൻവിഡിയാണ്. അതുകൊണ്ട് എൻവിഡിയനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റും ഉണ്ട്. ഒരു ഷെയർ 10 ഷെയറായിട്ട് സ്പ്ലിറ്റായി മാറുകയാണ്. ഇതും കൂടുതൽ ലിക്വിഡിറ്റി കൂട്ടും, സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുന്നേറാനായിട്ട് സഹായിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് വലിയ രീതിയിൽ അമേരിക്കയിൽ ഇന്നലെ എൻവിഡിയ സ്റ്റോക്ക് മുന്നേറിയിട്ടുള്ളത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൈനീസ് മാർക്കറ്റുകളാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ പ്രോപ്പർട്ടി മാർക്കറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്റ്റിമുലസ് മെഷേഴ്സൊക്കെ പോസിറ്റീവ് റിസൾട്ട് കാഴ്ചവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. GDP ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ചൈനയിലെ ഒരു പുതിയ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. അതേസമയം ഓസ്ട്രേലിയൻ മാർക്കറ്റൊക്കെ 3 വീക്ക് ലോയിലാണ്. ഹയർ ഇൻഫ്ലേഷനാണ് ഇവിടെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. $2356.5 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ $2058 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സിൽവർ വീണ്ടും മുന്നേറുകയാണ്. വലിയ രീതിയിലാണ് മുന്നേറുന്നത്. ഇന്നലെ സിൽവർ ക്ലോസ് ചെയ്തിട്ടുള്ള $32.13 പെർ ഔൺസ് ആണ്. ഇന്ന് മോർണിംഗിൽ $32.26 പെർ ഔൺസിനാണ്. കോപ്പർ, അതുപോലെ തന്നെ സിങ്കും ഒക്കെ മുന്നേറാണ്. അലുമിനിയം വീണ്ടും പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. പൊതുവെ കമോഡിറ്റികളൊക്കെ റിക്കവറി പാത്തിലാണ്. പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകൾ. ചൈനയിലെ GDP ഗ്രോത്ത് സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ലോസ് ആണ് കമോഡിറ്റികളിൽ വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ 4 വരുന്ന നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. നമ്മുടെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 24.22 ഇന്നലെ ക്ലോസ് ചെയ്തിട്ട് ഹയസ്റ്റ് ലെവലാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് വൊളാറ്റിലിറ്റിയാണ്. അടുത്ത ദിവസങ്ങളിൽ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ലോസ് ഒക്കെ വരുന്നുണ്ട്. ഹിൻഡാൽക്കോയുടെ നോവിലീസിൻ്റെ IPO 2 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റഡ് ആവും. $945 മില്യൺ ആണ് ഹിൻഡാൽക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിലാണ്. തീർച്ചയായിട്ടും ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് ഈ ന്യൂസും പോസിറ്റീവാണ്. ഒപ്പം അലുമിനിയം പ്രൈസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്നലെയൊക്കെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളിൽ NBCC, അമരരാജ എനർജി, അതുപോലെ തന്നെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ഈ കമ്പനികളൊക്കെ നല്ല റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകളിലൊക്കെ ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അഡാനി എൻ്റർപ്രൈസസ് മിക്കവാറും പേടിഎമ്മിൻ്റെ പാരന്റ് കമ്പനീനെ അക്വയർ ചെയ്യുന്നതാണ് പറയുന്നത്. കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. പത്ര റിപ്പോർട്ടുകളാണ്. ഒരു പക്ഷേ പേടിഎം എന്ന് നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്.
ഒപ്പം ഇന്ന് ധാരാളം Q4 റിസൾട്ടുകൾ വരുന്നുണ്ട്. പ്രമുഖ കമ്പനികളുടെ ടാറ്റ സ്റ്റീലുണ്ട്, അതുപോലെ തന്നെ മറ്റു പ്രമുഖ കമ്പനികളൊക്കെ ഉണ്ട്. ഈ കമ്പനികളുടെ റിസൾട്ടിന് അനൗൺസ്മെൻറ്റ് ശേഷമായിരിക്കും ഈ മാർക്കറ്റുകളിലൊക്കെ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 2024 പിക്കുകളിലൊന്നായിട്ടുള്ള ZF കമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് ലിമിറ്റഡ് വീണ്ടും വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പഴയ വാബ്കോ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത്. വാബ്കോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് എൻജിൻസ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ് ഓവർസീസ്. ഇന്ത്യയിൽ ആ രംഗത്തേക്കും അഡാസ് പോലുള്ള ഓട്ടോമോട്ടീവ് റിലേറ്റഡ് രംഗത്തേക്കൊക്കെ വലിയ രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യാണ്. ZF കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ടത് റെയിൽവേസ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി രംഗം, ഒപ്പം EV വെഹിക്കിൾ റിലേറ്റഡ് പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കിങ് സ്റ്റോക്കുകൾ, മെറ്റൽസ്, ഇതൊക്കെയാണ് മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണുവെക്കേണ്ടത്. കാരണം ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളും ഇത്തരത്തിലുള്ള സെക്ടറുകളെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് വലിയ രീതിയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ടറിൽ നിന്ന് നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബൈ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബൈ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നലെ നമ്മൾ നിഫ്റ്റിയുടെ സ്ട്രാങ്കിൾ സ്ട്രാറ്റജി 2 ദിവസത്തേക്ക് കൊടുത്തിരുന്നു. നല്ല പ്രോഫിറ്റബിലിറ്റി വരുന്ന സമയങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം വൊളാറ്റിലിറ്റി ആണ് ഇനി മാർക്കറ്റിൽ അടുത്ത 2-3 ദിവസത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.